Holy Grace Academy, making a difference. മന്ത്രി ബിന്ദുവിന്റെ കരുതൽ, വിദ്യാർത്ഥികൾക്കിനി കൂളായി പഠിക്കാം. കൊടുങ്ങല്ലൂർ ശൃംഗപുരം GLPSHSലേക്ക് വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി തന്റെ അധ്യാപികയായ ഹൈറുനിസ ടീച്ചറുടെ ഓർമ്മയ്ക്കായി 1 ലക്ഷം രൂപ നൽകിയിരുന്നു. ഇതുപയോഗിച്ചാണ് PTA കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്ലാസ് മുറികൾ ശീതീകരിച്ചത്. LKG UKG ക്ലാസ് മുറികളാണ് ശീതീകരിച്ചിരിക്കുന്നത്. ശീതീകരിച്ച ക്ലാസ് മുറികളുടെ ഉദ്ഘാടനം മന്ത്രി ഓൺലൈനായി നിർവഹിച്ചു. എൻ്റെ കലാപരവും സാഹിത്യപരവുമായ വാസനകളെയെല്ലാം വളരെയധികം പ്രോത്സാഹിപ്പിച്ച ഒരു വിദ്യാലയമാണ് ഇത്. അതുകൊണ്ടാണ് ആ നിലയിലുള്ള ആലോചന എൻ്റെ മനസ്സിലുണ്ടായത്. പക്ഷേ സ്കൂളിലെ രക്ഷാകർതൃ സമിതിയും മറ്റ് അധികാരികളും പുസ്തകങ്ങളെക്കാൾ ശീതീകരിക്കുന്ന നിലയിൽ AC ആണ് ഏറ്റവും ആവശ്യം എന്ന നിലയിൽ തെരഞ്ഞെടുക്കുകയാണ് ഉണ്ടായത്. അതിൻ്റെ ഭാഗമായി ഞാൻ സംഭാവന ചെയ്ത 1 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് LKG UKG ക്ലാസ് മുറികൾ ശീതീകരിക്കാനാണ് രക്ഷാകർതൃ സമിതിയും അധ്യാപക സമൂഹവും എല്ലാം ചേർന്ന് തീരുമാനമെടുത്തത്. അഡ്വക്കേറ്റ് VR സുനിൽകുമാർ MLA അധ്യക്ഷനായി. 65 കോടി രൂപയോളം നമുക്ക് ഈ കൊടുങ്ങല്ലൂർ നിയോജകമണ്ഡലത്തിന് നമ്മൾ ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട്. 5000 കോടി രൂപയോളം കേരളത്തിൽ മാത്രം വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി നമ്മുടെ കൊച്ചുമക്കൾക്ക് വേണ്ടി ചെലവഴിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിൽ ഏറെ ചരിത്രപരമായിട്ടുള്ള മാറ്റങ്ങളും ഭൗതിക സാഹചര്യങ്ങളിലുണ്ടായിട്ടുള്ള വലിയ മാറ്റവും അക്കാദമിക നിലവാരത്തിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ഈ 10 വർഷക്കാലം നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ്. വിദ്യാർത്ഥികളിൽ ഉണ്ടായിട്ടുള്ള അറിവിൻ്റെ മാറ്റം, വിദ്യാലയങ്ങളിൽ ഉണ്ടായിട്ടുള്ള ഭൗതിക സാഹചര്യങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എല്ലാം ഇന്ന് നമ്മുടെ കൊച്ചുമക്കൾക്ക് ഏറെ ഗുണകരമായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നഗരസഭാ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ മുഖ്യാതിഥിയായി. വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്ഥിരം സമിതി അംഗങ്ങളായ KK ഹാഷിഖ്, KK രാധാകൃഷ്ണൻ, ലത ഉണ്ണികൃഷ്ണൻ, നഗരസഭാ കൗൺസിലർ PN രാമദാസ്, PTA പ്രസിഡന്റ് റസാഖ് ചിറക്കൽ, ശാലിനി ദേവി, അഞ്ജന തമ്പി, KK ഹനീഷ് എന്നിവർ സംസാരിച്ചു. പ്രധാന അധ്യാപിക KM മുംതാസ് സ്വാഗതവും സീനിയർ അധ്യാപിക സ്മിത ജോർജ് നന്ദിയും പറഞ്ഞു.